C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ശ്രീലക്ഷ്മിയിൽ നിന്നും കൺമണിയിലേക്കുള്ള ദൂരം വളരെ ചെറുതായി തോന്നി. പിന്നെ നിനക്കിതൊക്കെ എല്ലാവരോടും പറഞ്ഞൂടെ? രവി സാറിനോടെങ്കിലും. ചേച്ചിക്ക് കാഴ്ചയില്ലാത്തോണ്ട് സംഭവിച്ചതും അല്പം ഗൗരവമായി ചിന്തിച്ചിരുന്നെങ്കിൽ നിഷ്പ്രയാസം മനസ്സിലാക്കാമായിരുന്ന ഒന്നുണ്ട്. രവിചന്ദ്രവർമ്മന്റെ ഭാര്യ ശ്രീലക്ഷ്മി ആ ജീപ്പ് അപകടത്തിൽ മിസ്സിംഗ് ആയി. അതേ അപകട സ്ഥലത്തു നിന്നും ദേവി ചേച്ചിക്ക് എന്നെ കിട്ടുന്നു. ശ്രീലക്ഷ്മിയെ തേടി തിരിച്ചു വന്ന രവിചന്ദ്രവർമ്മൻ എന്നെ കണ്ടെത്തുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഞാനെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ചേച്ചിക്ക് ഊഹിക്കാവുന്നതല്ലായിരുന്നോ രണ്ടും ഒരാളാണെന്ന്? പക്ഷെ മോളെ, അത് ശരിയാണല്ലോ. പക്ഷെ ആ സമയത്തെല്ലാം ഇത്രയും വേഗം എനിക്ക് കാഴ്ച കിട്ടണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. ഏതായാലും നടന്നത് നടന്നു. ഇതെല്ലാം ഇനി രവി സാർ അറിയണം. എന്ത് കാര്യത്തിനും ചേച്ചി എന്നെ കൺമണിന്ന് വിളിച്ചാ മതി. ഞാൻ ഇപ്പോഴും കൺമണി തന്നെയാ. ഞാൻ ആരാണ് എന്താണെന്നൊന്നും അറിയാതെ ഒരു ചേച്ചിയുടെ സ്നേഹം മുഴുവൻ എനിക്ക് തന്നില്ലേ? ഞാൻ എന്ത് നിനക്ക് തന്നു? നീയല്ലേ എനിക്കെല്ലാം തന്നത്. ചേച്ചിയുടെയും കണ്ണന്റെയും സ്നേഹത്തിന് മുന്നിൽ ഞാൻ എന്ത് തന്നാ മതിയാവും? രവിസാറിന്റെയും വീട്ടുകാരുടെയും മുന്നിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ഞാൻ ചേച്ചിയുടെ അനിയത്തി കൺമണി തന്നെ ആയിരിക്കും. എന്നാ ഞാൻ അറിഞ്ഞട്ടെ ചേച്ചി, എന്ത് കാര്യം വന്നാലും കൺമണിയായി കണ്ടു തന്നെ എന്നെ വിളിക്കണം. അല്ല, കണ്ണനോ? അവനെവിടെ? അവൻ അമ്പിളി ചേച്ചിയോടൊപ്പം പുറത്തു പോയേക്കോ. ശരി ചേച്ചി. ശരി എന്നാ. വർമ്മൻ കുടുംബത്തിന്റെ അടുത്ത അവകാശിയും വയറ്റിലിട്ടോണ്ടാണോ നീ വേറൊരു വീട്ടിലെ കരിക്കലം കഴുകാൻ പോകുന്നത്? ഇപ്പോ ഈ ജോലിയുടെ ആവശ്യം എന്താ? ചെലവിനുള്ളതൊക്കെ ഞങ്ങൾ തരുന്നില്ലേ? പ്രസവിക്കുന്നത് വരെയെങ്കിലും നിനക്ക് പോകാതിരുന്നൂടെ? പോകാതിരുന്ന കുഞ്ഞിനെ നിങ്ങൾക്ക് തരുന്നതോടെ നിങ്ങളെ പിന്നെ കാണാൻ പറ്റില്ല. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനുമായി ഒരു ബന്ധവും ഇല്ലെന്നാ നിങ്ങൾ പറയുന്നേ. പിന്നങ്ങോട്ട് എനിക്ക് ജീവിക്കണ്ടേ? ജീവിക്കണം. വലിയ ആഡംബരത്തോടെ അല്ല നിന്റെ ജീവിതമെങ്കിൽ അവസാനം നിന്നെ സെറ്റിൽ ചെയ്യുമ്പോ ഞങ്ങള് തരുന്ന തുകയ്ക്ക് നിനക്ക് നല്ല പോലെ ജീവിക്കാം. നിങ്ങൾ എത്ര രൂപ തരുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ തരുന്ന പൈസ തികയാതെ വന്നാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പൊ എത്തിച്ചാ മതി. എങ്ങോട്ട് വിളിക്കുമെന്ന്? ദേ, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച പിന്നെ എന്റെയോ ഇവളുടെയോ കൺവെട്ടത്ത് പോലും നിന്നെ കണ്ടുപോകരുതെന്ന്. അതാ ഞാനും പറഞ്ഞത്. ഒരു കാര്യം ചെയ്, നിങ്ങൾ അവസാനം തരുന്ന എമൗണ്ട് കുറച്ച് കൂടുതൽ തന്നാ മതി. ആ, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
നീ ചോദിച്ചത് 25,000. ഇത് 10,000 രൂപയുണ്ട്. ഇതിനകത്തുള്ളതൊക്കെ വാങ്ങിയാ മതി. പണ്ടേ ദുർബല, ഇപ്പൊ ഗർഭിണി എന്ന അവസ്ഥയാ എന്റേത്. പോഷകാഹാരം കഴിക്കാനും വീടിന് കുറച്ച് അറ്റകുറ്റ പണികൾ ചെയ്യാനുമാ ഞാൻ 25,000 രൂപ ചോദിച്ചത്. അപ്പൊ തന്നത് വെറും 10,000 രൂപ. എന്നിട്ട് പറയുന്നത് വേറെ ജോലിക്കൊന്നും പോകരുതെന്ന്. ഇതെന്തിടപാടാ? അതെ, നിന്റെ കുഞ്ഞിനെയാ ഞങ്ങൾക്ക് വേണ്ടത്, അല്ലാതെ നിന്നെ ദത്തെടുക്കുന്നതല്ല. വീടിന്റെ അറ്റകുറ്റപ്പണിയൊക്കെ നിന്റെ സ്വകാര്യമായ കാര്യ. ഇപ്പൊ നീ ചെയ്യേണ്ടത് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി നോക്കാന്നുള്ളതാ. 10,000 രൂപയ്ക്കും നീ പോഷകാഹാരം വാങ്ങി കഴിക്കും. കുഞ്ഞ് നല്ല ക്യൂട്ടായിരിക്കണം, എന്നെ പോലെ. എനിക്കെന്റെ ഭർത്താവിലുണ്ടാവുന്ന കുഞ്ഞിനെ തരാൻ പറ്റൂ. ചേച്ചിയെ പോലെ തന്നെ ഇരിക്കണമെങ്കിലേ ഈ ആന്റിയോട് ഒന്നും കൂടെ പ്രസവിക്കാൻ പറയും. ഞാൻ പോകുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. അമ്മേ, നീ വന്നേ. അവള് നമുക്കൊരു പണിയാവൂ അമ്മേ. പിന്നെ നീ അവളോട് മണ്ടത്തരം പറഞ്ഞ? അവള് പറഞ്ഞതല്ലേ ശരി. അവളുടെ കുഞ്ഞ് നിന്നെ പോലെ ഇരിക്കണമെന്ന് പറഞ്ഞ അതെങ്ങനെ ശരിയാവും? എന്റെ അമ്മേ, ഞാൻ അതല്ല പറഞ്ഞത്, പണത്തിന്റെ കാര്യമാണ്. അത് ഞാൻ ആലോചിക്കാതില്ല. പിന്നെ എനിക്ക് തോന്നി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതെന്താ? അവള് പ്രസവത്തോടെ മരിക്കാൻ പോവല്ലേ. പ്രസവിക്കാത്ത നീ ഒരമ്മയാവുമ്പോ പ്രസവിച്ച അവള് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.